ചെന്നൈ പട്ടണത്തിൽ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ മാറി ചെങ്കൽപ്പേട്ട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മാമല്ലപുരം അഥവാ മഹാബലിപുരം കാണാനാണ് ഈ യാത്ര. ഈ ചേച്ചിയും ചേട്ടനും അല്ല, ഞങ്ങൾ. 3 മുതൽ 9-ാം നൂറ്റാണ്ട് വരെ ആന്ധ്രാപ്രദേശും തമിഴ്നാടും അടക്കി ഭരിച്ചിരുന്ന പല്ലവ രാജവംശത്തിൻ്റെ തിരുവവശേഷിപ്പുകളാണ് ഇവിടെയുള്ളത്. നല്ല ചൂടത്ത് ഈ പാറക്കെട്ടുകൾക്കിടയിൽ കറങ്ങി നടക്കുന്ന ഞങ്ങളുടെ അതേ മാനസികാവസ്ഥയുള്ള കുറേ അധികം വിസിറ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല കുറേ സീൻസ് സത്യം പറഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. അതിലൊന്നാണ് കൃഷ്ണാസ് ബട്ടർ ബോൾ. ത്രിമൂർത്തി സങ്കല്പമായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര ആരാധന മണ്ഡപങ്ങൾക്ക് പുറമെ ഒരുപാടധികം പണി തീർത്തതും തീർക്കാത്തതുമായ ശില്പങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദ്രാവിഡ തച്ചുശാസ്ത്രത്തിൻ്റെ മനോഹാരിത കാരണമാകാം മഹാബലിപുരം യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചത്. ഇത് രായഗോപുരം, പാതി പണി തീർത്ത ഒരു പുരാതന ക്ഷേത്ര കവാടമാണ്. മാമല്ലപുരത്ത് ഞാൻ കണ്ട ഏറ്റവും നല്ല ഫ്രെയിമുകളിലൊന്ന് കൊത്തുപണികളാൽ നിറഞ്ഞു നിൽക്കുന്ന പ്രൗഢഗംഭീരമായ രായഗോപുരം തന്നെയാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അടുത്ത ഫ്രെയിം നമുക്ക് ഇവിടെ പിടിക്കാം. ഇത് ഒലകണ്ണീശ്വര ടെമ്പിൾ. മഹിഷാസുരമർദ്ദിനി മണ്ഡപത്തിൻ്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ശിവക്ഷേത്രം പല്ലവ രാജാവായ രാജഹംസൻ പണിതതാണ്. പഞ്ചപാണ്ഡവരായ യുധിഷ്ഠിരർ, അർജുനൻ, നകുലൻ, സഹദേവൻ, ഭീമൻ്റെ പേരിൽ അറിയപ്പെടുന്ന പഞ്ചരഥാസ് അല്ലെങ്കിൽ പാണ്ഡവരഥാസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണിത്. രഥസമാനമായ ടെമ്പിൾ സ്മാരകങ്ങളാണിവിടെ. ആരാധന നടന്നതായി കരുതപ്പെടാത്ത ഈ ക്ഷേത്ര സ്മാരകങ്ങൾ പല്ലവ ഡൈനസ്റ്റിയുടെ തച്ചുശാസ്ത്രത്തിൻ്റെ നൈപുണ്യത്തിൻ്റെ അവസാന വാക്കാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഷോർ ടെമ്പിളിലേക്കാണ്. പല ഭാഗങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞു വീണെങ്കിലും പൂർണ്ണചന്ദ്രപ്രഭയിൽ ഷോർ ടെമ്പിൾ അതിമനോഹരിയായിരുന്നു. കുറേ അധികം സമയം മഹാബലിപുരം ബീച്ചിലും ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് മടങ്ങി.